ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ തന്നെ ലാസ്റ്റ് ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 13. ഇതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത് ഹോട്ടൽ ബിസിനസ്സിൻ്റെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 13. എ ഹോട്ടൽ പ്രൊപ്പറേറ്റർ ഹാസ് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ് ആൻഡ് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഹോട്ടൽ പ്രൊപ്പറേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെന്നും, ഒന്ന് അപ്പാർട്ട്മെൻറ്റും മറ്റൊന്ന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റും മറ്റൊന്ന് മീൽസ് അല്ലെ പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഒന്ന് അപ്പാർട്ട്മെൻറ്റ്, ഒന്ന് മീൽസ്. ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ഹിസ് ബിസിനസ്. അദ്ദേഹത്തിൻ്റെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഒക്കെ രണ്ടായിട്ട് തന്നെ കോളം വൈസ് ട്രയൽ ബാലൻസ് തന്നെ ഫോർമാറ്റിൽ തന്നിരിക്കുകയാണ്. ഓരോ ഐറ്റമായിട്ട് നോക്കാം. അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണോ അല്ലെങ്കിൽ ജനറൽ പി ആൻഡ് അക്കൗണ്ടിലോട്ടാണോ ബാലൻസ് ഷീറ്റിലോട്ടാണോ കാണിക്കേണ്ടതെന്നും കൂടെ ഓർത്തിരിക്കുക. നമ്മളിവിടെ പറയാനായിട്ട് കാര്യം, നമുക്ക് നോർമലി നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു ഒറ്റ പി ആൻഡ് അക്കൗണ്ട് വരുന്ന കേസാണ്. അവിടെ ഒരു ജനറൽ പി ആൻഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമുക്ക് അവിടെ കോളം നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതേണ്ട കേസ് വരാത്തത് കൊണ്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യാത്തത്, ഒരു ജനറൽ പി ആൻഡ് അക്കൗണ്ട് ആവശ്യം ഇല്ലാത്തത്. കോമൺ ആയിട്ടുള്ള ഒരൊറ്റ പി ആൻഡ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. എന്നാൽ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന എമൗണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു പി ആൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റി എഴുതാം. അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്നും മീൽസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നും ഹെഡ് കൊടുത്തുകൊണ്ട് ഒരു പി ആൻഡ് അക്കൗണ്ട് വരച്ച് എഴുതാൻ പറ്റും. പിന്നീട് കോമൺ ആയിട്ട് വരുന്ന ബാക്കി എക്സ്പെൻസിനെയും ഇൻകത്തിനെയും ജനറൽ പി ആൻഡ് അക്കൗണ്ടിലേക്കും കാണിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതിയാകും. അതുകൊണ്ടാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ തന്നതുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വരുന്നത്. എല്ലാം ഇൻ എഫക്റ്റിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴേക്കും ബാലൻസ് ഷീറ്റിലോട്ട് എടുത്ത് എഴുതുമ്പോഴേക്കും എല്ലാം അതിൻ്റെ എഫക്റ്റ് എല്ലാം സെയിം ആവുകയും ചെയ്യും. അല്ല, ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം, എന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഡിസ്കസ് ചെയ്തു പോകാം. ഒന്നാമത് പറയുന്നത് ഇൻകം ഫ്രം അപ്പാർട്ട്മെൻറ്റ്, നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻകം ഫ്രം മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകം, ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ ഇൻകത്തിന്, ക്രെഡിറ്റ് സൈഡിൽ കിടപ്പുണ്ട്. ഇത് എവിടെയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്? നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് പി ആൻഡ് അക്കൗണ്ടിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വരച്ചിട്ടിരിക്കുന്ന പി ആൻഡ് അക്കൗണ്ടിൻ്റെ ഇൻകമാണ് ക്രെഡിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ബൈ ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. അടുത്ത ഐറ്റമോ പ്രൊവിഷൻസ് പർച്ചേസ്. എന്താ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെ പ്രൊവിഷൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന പർച്ചേസ് ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രൊവിഷൻസ് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പാർട്ട്മെൻറ്റിലല്ല പർച്ചേസ് നടക്കുക, മീൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്, മീൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് പ്രൊവിഷൻസ് വാങ്ങാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റോ അല്ലെ ഫുഡ് സ്റ്റഫൊക്കെ വാങ്ങുന്ന കാര്യമാകാം. അപ്പോൾ പ്രൊവിഷൻസ് വാങ്ങി എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പർച്ചേസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഡെബിറ്റ് ബാലൻസ് ആണ് ഇവിടെയും കിടക്കുന്നത്. ആ ഡെബിറ്റ് ബാലൻസ് എന്ത് ചെയ്യുക, പ്രൊവിഷൻസ് പർച്ചേസ് ചെയ്ത് 31,000 എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കേസിലോട്ട് എടുത്തെഴുതുക. അടുത്തത് എന്താ, സ്റ്റോക്ക് ഓഫ് പ്രൊവിഷൻസ് ഇൻ ദ ബിഗിനിങ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൊവിഷൻസ് ഏതിലാണ് വരുന്നത്, മീൽസിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഏതിന് മാത്രം എഴുതിയാൽ മതി, മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് മാത്രമാണ് ഡെബിറ്റ് ബാലൻസ് എടുത്ത് അവിടേക്ക് പോസ്റ്റ് ചെയ്യുക. അടുത്ത ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അറിയാലോ, അസറ്റാണ്, ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. അടുത്ത ഐറ്റം ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ വരേണ്ട ഐറ്റമാണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അടുത്തത് കസ്റ്റമേഴ്സ് ഡെബിറ്റ് ബാലൻസ്. ഓൾറെഡി പ്രീവിയസ് പ്രോബ്ലത്തിലും പറഞ്ഞാണ് കസ്റ്റമേഴ്സ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ തിരിച്ച് ബാക്കി കിട്ടാനുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അസറ്റാണ് കസ്റ്റമേഴ്സ് ഡെബിറ്റ് ബാലൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് നോക്കുക. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്ത് തന്നെ പോവുക. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അസറ്റ് കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലയബിലിറ്റി കാണിക്കുക, അത്രയേ ഉള്ളൂ. കസ്റ്റമേഴ്സ് ഡെബിറ്റ് ബാലൻസ്, അസറ്റിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെ വിസിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് എന്നൊക്കെ പറഞ്ഞ് തരുന്നത് എന്താണ്, നോർമലി ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പ്രത്യേകം ക്രെഡിറ്റ് ഒന്നും അല്ല, ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ കുളത്തിലാണെങ്കിൽ അത് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ കസ്റ്റമേഴ്സിൻ്റെ ഡെബിറ്റ് ബാലൻസ് അസറ്റാണ്. ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് തന്നെ കോപ്പി ചെയ്താൽ മതി. അടുത്തത് സപ്ലയേഴ്സ് അക്കൗണ്ട് ആണ്. സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട്, കമ്പനിയിൽ നിന്ന് അങ്ങോട്ട് സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് ബാലൻസ് തന്നേക്കുവാണ്. നമുക്കറിയാം കറൻറ്റ് ലയബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്. ഇപ്പോൾ സപ്ലയേഴ്സ് അക്കൗണ്ട് 19,600 ക്രെഡിറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സപ്ലയേഴ്സ് അക്കൗണ്ട് എന്ന് തന്നെ പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക.
ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ബിൽഡിംഗ് നമുക്കറിയാമല്ലോ അസറ്റാണ്. ബിൽഡിംഗ് നമ്മുടെ അസറ്റ് സൈഡിൽ കാണിക്കും. എന്നാൽ ഒരു ഇൻഫർമേഷനും കൂടെ അതിൻ്റെ ബ്രാക്കറ്റിൽ അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. 1/10 ഈസ് യൂസ്ഡ് ഫോർ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ബിൽഡിംഗ് മൊത്തത്തിൽ 4,20,000 രൂപയുടെ വാല്യൂ ഉള്ള ബിൽഡിംഗ് ആണ്. അതിൻ്റെ 10-1 യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറയുന്നുണ്ട്, മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതായത് 1/10 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബാക്കി പോർഷൻ എത്ര വരും, 9/10 അല്ലേ. ബാക്കി പോർഷൻ 9/10 യൂസ് ചെയ്യുന്നത് അപ്പാർട്ട്മെൻറ്റിലുമാണ്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷനിലാണ് ബിൽഡിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് എത്രയാണ് റേറ്റ്, 1:9 എന്നുള്ള രീതിയിൽ 9 അപ്പാർട്ട്മെൻറ്റിലേക്കും 1 മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്നുള്ള രീതിയിലുള്ള ഒരു റേഷ്യോയിലാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഹിൻ്റ് കൂടെ തന്നിട്ടുണ്ട്. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ച് നമുക്ക് എക്സ്പെൻസോ അല്ല എന്തെങ്കിലും കോസ്റ്റ് ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ റേഷ്യോയിലായിരിക്കണം ചാർജ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയൊക്കെയാണ് ഈ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിരിക്കുന്നത്. അടുത്ത ഐറ്റം എന്താണ്, പ്രൊവിഷൻസ് ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ്സ്. ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് പ്രൊവിഷൻ മാറ്റി വെക്കുന്നത് എന്നുള്ളൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 48,000 എന്നുള്ളത് ഇപ്പോൾ തന്നിട്ടുണ്ട്. ഇനി തൊട്ട് താഴോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സ് അസറ്റാണ്, അസറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. അടുത്തത് ജനറൽ എക്സ്പെൻസ്. ജനറൽ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എഴുതാൻ നമുക്ക് പറ്റില്ല. അത് ഡയറക്റ്റ് എങ്ങോട്ട് പോകണം, ജനറൽ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് ജനറൽ എക്സ്പെൻസ് എഴുതേണ്ടത്. അവിടേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് മാത്രം തരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്നൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് കൂടെ നോക്കുക. ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം ആണ്. ഇൻകം അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒന്നും പ്രത്യേകം താഴോട്ട് അഡീഷണൽ ഇൻഫർമേഷനിലൊന്നും പറയുന്നില്ല എങ്കിൽ ഡയറക്റ്റ് അത് എങ്ങോട്ട് എഴുതിയാൽ മതി, ജനറൽ P&L അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക, ഇവിടെ ബൈ ഇൻട്രസ്റ്റ് കിട്ടി. എവിടെയാ, ജനറൽ P&L അക്കൗണ്ടിൽ. നെക്സ്റ്റ് വൺ എന്താ, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്നുള്ളതാണ് അടുത്തത് അല്ലേ. ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എപ്പോഴും ഓർക്കുക. ട്രയൽ ബാലൻസിൽ തരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അസറ്റാണ്. കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡിൽ വരേണ്ട ഐറ്റമാണ്. അത് നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ് അതുകൊണ്ട് തന്നെ കാണിക്കേണ്ടത്. ഡെബിറ്റ് ബാലൻസ് ആണെന്ന് നോക്കിയാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്ന് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ ഇൻട്രസ്റ്റ് അക്രൂഡ് അസറ്റ് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. 400 രൂപ അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. കറണ്ട് അസറ്റിൻ്റെ ഹെഡിലാണ് വരുന്നത്. അടുത്തതോ ഇൻകം ടാക്സ്. എന്താ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കുന്നതാണ്, പേഴ്സണൽ ഇൻകത്തിൻ്റെ പുറത്ത് പ്രൊപ്പറേറ്റർ കൊടുക്കുന്ന ടാക്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഓണറുമായി ബന്ധപ്പെട്ടുണ്ടായ എക്സ്പെൻസ് ആണ്, അത് ഡ്രോയിങ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇൻകം ടാക്സും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം തൊട്ടടുത്ത് പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇതൊക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡ്രോയിങ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് അല്ലെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതേ സെയിം അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഹോട്ടൽ ബിസിനസ്സിൽ വന്നാലും അവിടെ ചെയ്യുന്നത് പോലെ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇൻകം ടാക്സ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രൊപ്പറേറ്ററിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓണർ വേറെ, ഓണർ അല്ലെ പ്രൊപ്പറേറ്ററും ബിസിനസ്സും രണ്ടാണെന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലേ നമ്മൾ ബിസിനസ്സിൽ അക്കൗണ്ട്സിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം ടാക്സും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒന്നും എന്തായിട്ട് കാണിക്കാൻ പറ്റില്ല, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അത് എവിടെ കൊണ്ട് കാണിക്കാനേ പറ്റൂ, ഡ്രോയിങ്സ് എന്നുള്ള രീതിയിൽ. ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എമൗണ്ട് എടുത്തു എന്നുള്ള രീതിയിൽ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഡ്രോയിങ്സ് എവിടെയാണ് കാണിക്കുക, ബാലൻസ് ഷീറ്റിലാണ് അല്ലേ. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡ്രോയിങ്സ് ലെസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടത് ഡ്രോയിങ്സ് ലെസ് ചെയ്താണ് കാണിക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് ഇവിടെ വരുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നോർമലി അപ്പം ക്രെഡിറ്റ് സൈഡിലോട്ട് അല്ലെ ലയബിലിറ്റി സൈഡിലോട്ട് എങ്ങനെ വന്നു എന്ന് ഓർക്കാം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് കൊണ്ട് എഴുതുവാണോ ചെയ്യുന്നത്, അല്ല, ഇവിടെ ലെസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇൻ എഫക്റ്റിൽ ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഇൻകം ടാക്സും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ ഡ്രോയിങ്സ് ആണ്. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊപ്പറേറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനെ ഡ്രോയിങ്സ് എന്നേ പറയാൻ പറ്റും. ആ ഇൻകം ടാക്സും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ ഡ്രോയിങ്സ് ആയിട്ട് ഏതിന്ന് കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്ന്, ക്യാപിറ്റലിൻ്റെ വാല്യൂവിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ട് ആണ് ഡ്രോയിങ്സ് എന്ന് ഓർത്തിരിക്കുക. അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുത്താൽ മതി. ഇനി വേജസ് എന്ന് സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഒരു ഐറ്റമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആദ്യത്തെ P&L അക്കൗണ്ടിലോട്ടും, അല്ലെങ്കിൽ കോമൺ ആയിട്ടാണ് എഴുതുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ജനറൽ P&L അക്കൗണ്ടിലോട്ട് മാറ്റിയാൽ മതി. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനൂടെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് നോക്കുക. സെർവൻസ് in the apartment department had occupied a room worth rupees 2,400 and
took meals worth rupees 1,200. Similarly, servants in the meals department had occupied a room worth rupees 3,000 and took meals worth rupees 1,800. അതായത് ഇവിടെ ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ ഒരു പ്രോബ്ലം ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ, അപ്പോൾ ഒറ്റ ഹോട്ടൽ തന്നെയാണ്, ഒരു ഹോട്ടലിൻ്റെ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് സെർവൻസ് ഇൻ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൂടെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അക്കമഡേഷൻ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. സെർവൻസ് ഇൻ അപ്പാർട്ട്മെൻറ്റ്സ് ഹാഡ് ഒക്യുപ്പൈഡ് a room worth rupees 2,400 and took meal worth rupees 1,200. അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ, സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? അവർ ആ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ തന്നെ ഒരു 2,400 രൂപ വാല്യൂ വരുന്ന റൂം അവരുടെ അക്കമഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 1,200 രൂപയുടെ മീൽസ് അവരുടെ സെർവൻസ് തന്നെ, സ്റ്റാഫ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുവാണ്. മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെർവൻസും ഇതേപോലെ 3,000 രൂപയുടെ അക്കമഡേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, 1,800 രൂപയുടെ മീൽസും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ ഒന്ന് ഈ പറഞ്ഞ അതേ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു വർക്കിംഗ് നോട്ടായിട്ടൊന്ന് എഴുതാൻ പോവാണ്. ലാസ്റ്റിൽ ഇവിടെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് ആകെ 2 ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. 2 എമൗണ്ട് കോളം കൊടുക്കുക. അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ടോട്ടൽ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് കോളം കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ആദ്യത്തെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ആരുടെ കാര്യമാണ് പറയുന്നത്? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെർവൻസിന് വേണ്ടി എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്ന അങ്ങോട്ട് കോപ്പി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെർവൻസിന് വേണ്ടി റൂം വർത്ത് 2,400 മീൽസ് 1,200. അത് അതുപോലെ തന്നെ എഴുതി വെക്കുന്നു എന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്? ആദ്യം അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ അക്കമഡേഷന് വേണ്ടി ഈ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സെർവൻസിന് അക്കമഡേഷന് വേണ്ടി 2,400 രൂപയുടെ റൂമുണ്ട്. മീൽസിന് വേണ്ടി 1,200 രൂപയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തം സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഈ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര ഉണ്ടായിട്ടുണ്ട്? 3,600 രൂപ എക്സ്പെൻസ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. എക്സ്പെൻസ് ഓഫ് സെർവൻസ് ഇൻ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെർവൻസിന് വേണ്ടി എത്രത്തോളം അവിടെ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്? അവിടെ അക്കമഡേഷനിൽ ഒരു 3,000, മീൽസിൽ ഒരു 1,800. അക്കമഡേഷനിൽ 3,000, മീൽസിൽ ഒരു 1,800. അതായത് ടോട്ടൽ 4,800 രൂപയുടെ എക്സ്പെൻസ് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം എക്സ്പെൻസ് ആയിട്ടും ഇൻകർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും മനസ്സിലായി കാണും. കാരണം എന്താണ്? ഇത് 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഇത് ഇവരുടെ എക്സ്പെൻസ് മാത്രമാണോ? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ്ലി ഒരൊറ്റ പോസ്റ്റിംഗ് മാത്രം വരുന്ന കാര്യമാണോ? അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മീൽസ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അവരെന്തെങ്കിലും മീൽസോ അക്കമഡേഷനോ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. സ്റ്റാഫ് മീല്, സ്റ്റാഫ് അക്കമഡേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ തിയറി പറഞ്ഞപ്പോൾ. അവിടെ പറഞ്ഞൊരു കാര്യമാണ് അത് സെയിൽ ഓഫ് മീൽ ആണെങ്കിലും റെൻറ്റ് കിട്ടുന്ന കാര്യമാണ്. ഇൻകം ഫ്രം റെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലുമൊക്കെ അതിനെ ഇൻകമായിട്ടാണ് കാണേണ്ടത്. ഇൻകം ഫ്രം സെയിൽ ഓഫ് മീൽ, ഇൻകം ഫ്രം റെൻറ്റ് എന്നാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഫിനാണെങ്കിലും പ്രൊപ്പറേറ്ററിനാണെങ്കിൽ പോലും ഇങ്ങനെ കൊടുക്കുന്നതിനെ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പം ഫോർ എക്സാമ്പിൾ അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. അപ്പോൾ ഒന്നാമത് അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കേസ് എടുക്കുക. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കേസ് എടുക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ തന്നെ 2,400 രൂപയുടെ ഒരു അക്കമഡേഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്? അവരുടെ സ്വന്തം അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനും അക്കമഡേഷനായിട്ട് 3,000 രൂപ കൊടുക്കുന്നുണ്ട്. അതായത് ടോട്ടൽ ഒരു 5,400 രൂപയുടെ ഇൻകം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ്? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കമഡേഷൻ എന്ന രീതിയിൽ കൊടുക്കുവാണ് അല്ലേ. അപ്പോൾ ആക്ച്വലി പുറത്തുള്ള ഒരു ഗസ്റ്റിനായിരുന്നു എങ്കിൽ 5,400 രൂപ വാല്യൂ വരുന്ന ഒരു കാര്യമാണ് ഈ അക്കമഡേഷൻ്റെ മാത്രം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തത്. ആർക്കൊക്കെ കൊടുത്തു? അവരുടെ സ്വന്തം സ്റ്റാഫിനും കൊടുത്തു, അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനും കൊടുത്തു, അതേപോലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനും കൊടുത്തു. അതായത് 5,400 രൂപ എന്ന് പറയുന്നത് ആ ഒരു അക്കമഡേഷൻ കൊടുത്തത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അക്കമഡേഷൻ കൊടുക്കുന്ന അക്കമഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമാണ്. അതാണ് നമ്മളവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ആരുടെ ഇൻകമാണ്? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമാണ്.
ഈ ഒരു ഹെഡിൽ വന്ന ഈ ടോട്ടൽ എമൗണ്ട് അത് ആർക്കൊക്കെ കൊടുത്താണ്? അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനായിക്കോട്ടെ, ഒരു മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനായിക്കോട്ടെ, അവർ കൊടുത്തത് അക്കമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വാല്യൂ കൊടുത്തു? ആദ്യത്തേത് 2400 രൂപയുടെ വാല്യൂ ഉള്ള അക്കമഡേഷൻ കൊടുത്തിട്ടുണ്ട്. 3000 രൂപ റെൻറ്റ് കിട്ടേണ്ട വാല്യൂ, ഇൻകം കിട്ടേണ്ട ഒരു അക്കമഡേഷൻ അടുത്ത മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ടോട്ടൽ 5400 രൂപയുടെ എന്തുണ്ട്? ഇൻകം ഉണ്ട്. അപ്പോൾ 5400 രൂപയുടെ ഇൻകം എന്ന് പറയുന്നത് ആരുടെ ഇൻകമാണ്? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമാണ്. കണ്ടോ? അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമായിട്ട് അത് എന്ത് ചെയ്യുക? ഇൻകം സൈഡിൽ കാണിക്കുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം ചെയ്യേണ്ടേ? അടുത്ത കാര്യം എന്താ? അപ്പം അടുത്തത് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് അല്ലേ. മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര എമൗണ്ടിൻ്റെ മീൽസാണ് കൊടുക്കുന്നത്? അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിന് 1800 രൂപയുടെ മീൽസും അനദർ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റ് അല്ലെ അക്കമഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു 1200 രൂപയുടെ മീൽസും കൊടുക്കുന്നുണ്ട്. അതായത് ടോട്ടൽ 3000 റുപ്പീസിൻ്റെ മീൽസ് ആരാണ് കൊടുക്കുന്നത്? മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമാണ് ഈ 3000 രൂപ എന്ന് പറയുന്നത്. ഈ 3000 രൂപ അപ്പോൾ എവിടെ കാണിക്കണം? മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമായിട്ട് കാണിക്കണം, ഇൻകം സൈഡിൽ കാണിക്കണം. ഇതാണ് നമ്മൾ അഡീഷണലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ആദ്യം എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എത്ര എക്സ്പെൻസ് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. ആദ്യം തന്നെ പറഞ്ഞ എന്താ? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെർവൻസിന് വേണ്ടി എത്രയാണ്? 2400 രൂപയുടെ അക്കമഡേഷൻ കൊടുത്തു, മീൽസ് 1200 കൊടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് മൊത്തം എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്? ആ ഒരു സ്റ്റാഫിന് മാത്രമായിട്ട് എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്? ഈ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം 3600 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പെൻസ് സൈഡിലാണല്ലോ കാണിക്കേണ്ട എക്സ്പെൻസ്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിലോ അതേപോലെ തന്നെ ചെയ്തല്ലേ പറ്റൂ. അടുത്ത കേസ് ആരുടെയാണ്? മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ്. മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിലോ അവിടെ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ആയിട്ട് മീൽസ് തന്നെ 1800 രൂപയുടേത് കൊടുക്കേണ്ട വന്നു, അക്കമഡേഷൻ 3000 രൂപയുടെ കൊടുക്കേണ്ട വന്നു. അതായത് ടോട്ടൽ 4800 രൂപയുടെ എക്സ്പെൻസ് ആർക്ക് കൊടുക്കേണ്ട വന്നു? മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിന് വേണ്ടി കൊടുക്കേണ്ട വന്നു. അത് അവരുടെ എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാം. ആദ്യത്തെ അക്കമഡേഷൻ്റേത് 3600 രൂപ അവരുടെ എക്സ്പെൻസ് ആയിട്ടും കാണിക്കുക. അപ്പോൾ എക്സ്പെൻസ് എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതേപോലെ ഇൻകം എന്ത് ചെയ്യുക? ഇൻകം എങ്ങനെ എടുത്തു? ആ കോളം വൈസ് ടോട്ടൽ എടുത്തത് ഇൻകം ആണെന്ന് ഓർത്തിരിക്കുക. ആ ഇൻകം വൈസ് കിട്ടിയ ടോട്ടൽ 5400, 3000 എന്നുള്ളത് അതെവിടേക്ക് പോകേണ്ടതാണ്? ഇൻകം സൈഡിലേക്കും. എക്സ്പെൻസ് എന്ന് പറഞ്ഞത് എവിടേക്ക് പോകേണ്ടതാണ്? എക്സ്പെൻസ് സൈഡിലേക്കും പോകേണ്ടതാണ്. അത് രണ്ട് സൈഡിലും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റലാണ്. അതുകൊണ്ട് ഇൻകമായിട്ടും ഇവിടെ എമൗണ്ട് വരുന്നുണ്ട്, എക്സ്പെൻസ് ആയിട്ടും എമൗണ്ട് വരുന്നുണ്ടെന്നുള്ളതാണ് തെറ്റിപ്പോകാതെ എഴുതേണ്ട ഒരു കാര്യം. ഈ ഒരു കാര്യം ക്ലിയർ ആയ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത പോയിന്റ് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സുകൾ എവിടെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? വേജസിൻ്റെ കാര്യമാണ്. വേജസ് ആർ ചാർജ്ഡ് ഇൻ ദ പ്രൊപ്പോർഷൻ. അപ്പോൾ വേജസ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 12,000 ആണ് നമ്മുടെ വേജസ് കിടക്കുന്നത്. എത്രയാണെന്ന് ഒന്നുകൂടെ നോക്കാം. നോക്കിക്കേ, വേജസ് എത്രയാണ് നമുക്ക് തന്നത്? 12,000 ആണ്. ആ വേജസിൻ്റെ കാര്യമാണ് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്. വേജസ് ആർ ചാർജ്ഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഹാഫ് ഓഫ് ദ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 1/4. 1/2 ആർക്കാണ്? അപ്പാർട്ട്മെൻറ്റിലേക്ക്, അക്കമഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും 1/4 ടു ദ പ്രൊവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടോ, ഇവിടെ പ്രൊവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെയാണ് പേര് പറയുന്നത്. അതായത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നേ ഉള്ളൂ, അതാണ് പ്രൊവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ? അത് തന്നെയാണ്. അപ്പോൾ പ്രൊവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ 4/1 കൊടുക്കുക, 1/4 കൊടുക്കുക. ആൻഡ് റിമൈനിങ് ടു ദ ജനറൽ P&L അക്കൗണ്ട്. അപ്പോൾ വേജസ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ അക്കൗണ്ടിൽ കാണിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി, ഒരു പ്രയാസമൊന്നുമില്ല, ഈസിയായിട്ട് ചെയ്യാം. വേജസ് എത്രയാണ് എമൗണ്ട്? 12,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വേജസിൻ്റെ എമൗണ്ട് എടുക്കുന്നു 12,000. ഈ 12,000 എങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്? അതിൻ്റെ ഹാഫ് 1/2 ആർക്ക് കൊടുക്കണം? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അല്ലേ? അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്ര പോകണം? 12,000ൻ്റെ ഹാഫ് പകുതി എത്ര വരും? 6,000 അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേജസ് ആയിട്ട് കാണിച്ചു. ഇനി നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ? പ്രൊവിഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടോട്ട് എത്ര പോകണമെന്നാണ് പറഞ്ഞത്? 1/4 പോയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ 1/2 അല്ല, പകരം ഇവിടെ എന്താണ്? ഇനി അടുത്തത് 1/4 എടുക്കുക. 1/4 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി വരുമല്ലോ. എത്രയാണ്? 3,000. ഇനിയോ അടുത്തതും അതുപോലെ ജനറൽ P&L അക്കൗണ്ടിലോട്ട് ബാക്കി 3000 കാണിക്കാനാണ് തന്നിരിക്കുന്നത് അല്ലേ? ബാക്കി 1/4 റിമൈനിങ് ബാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി 1/4 കൂടെ വരും. അതായത് ബാക്കി 3,000. അങ്ങനെ ടോട്ടൽ 12,000 എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വേജസ് ആദ്യം അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 6,000, മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3000, ജനറലിലേക്ക് ഒരു 3000.
ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു എമൗണ്ട് കാണിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ 12,000 എങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നു, ഇവിടെ ഒരു 6,000, വീണ്ടും ഒരു 3,000, പിന്നെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തോ ഇതിട്ടുണ്ട്, ബാക്കി ഒരു 3,000 കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 12,000 വരും. 6,000 + 3,000 + 3,000 അതിൻ്റെ കാൽക്കുലേഷനൊക്കെ അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കുക. തേർഡ് വൺ, ഇൻക്രീസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് ടു 60,000. അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എമൗണ്ട് ഇവിടെ തന്ന എമൗണ്ട് എത്രയാണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് നമുക്ക് തന്നത് 48,000 ആണ്. അതായത് 48,000 രൂപയാണ് ഓൾറെഡി നമുക്ക് തന്നത്. അത് ഇൻക്രീസ് ചെയ്യാൻ പറയുവാണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുവാണ്. എത്രയിലേക്ക് ആക്കാൻ പറഞ്ഞു? 48,000 എന്നുള്ളത് 60,000 ആക്കാനാണ് പറയുന്നത്. അതായത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 48,000 ഉണ്ടായിരുന്നു. ഇനി 60 ആക്കാൻ പറഞ്ഞാൽ എത്രയും കൂടെ നമ്മളിനി കൂട്ടണമെന്നാണ് പറഞ്ഞത്. 12,000 കൂടെ കൂട്ടി എഴുതണമെന്നാണ് പറഞ്ഞത്. അപ്പം അതായത് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ ഇനി എത്രയാണ് കുറയ്ക്കേണ്ടത്? അത് ഇൻക്രീസ് ചെയ്ത് 60 ആക്കാനാണ് പറഞ്ഞത്. ബൈ അല്ല പറഞ്ഞിരിക്കുന്നത്, to 60,000 എന്നാണ്. അതായത് 60,000 ആക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 60,000 ആക്കണം. ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ എത്ര കുറയ്ക്കണം? 60,000 അതിൽ നിന്ന് കുറച്ച് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അത് കുറച്ച് എൻട്രി ചെയ്യാനായിട്ടും റെക്കോർഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 12,000 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് വന്ന പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലേ, അത് നമ്മൾ ചാർജ് ചെയ്യണ്ടേ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചാർജ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ P&L അക്കൗണ്ടിലോട്ട് എഴുതണം അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചാർജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഹിൻറ്റ് തന്നിട്ടുണ്ടോ? ഈ 12,000 അഡീഷണൽ ആയിട്ട് വന്ന ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹിൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാമോ? ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ബ്രാക്കറ്റിൽ ഒരു ഇൻഫർമേഷൻ ഓൾറെഡി തന്നത്. 1/10 ഈസ് യൂസ്ഡ് ഫോർ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ബിൽഡിങ്ങിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ തന്നത്. അപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഒന്ന് അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റും. ഇതിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ എത്രയാണ് യൂസ് ചെയ്യുന്നത്? 9/10 എന്നുള്ള പോർഷനും ബാക്കി 1/10 യൂസ് ചെയ്യുന്നത് മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുമാണ്. ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചായിരിക്കണം അതിൻ്റെ പ്രൊവിഷനും ഡിപ്രീസിയേഷനും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമ്മൾ ബാക്കി ചെയ്യണം? നമുക്ക് എത്രയാണ് എക്സ്ട്രാ എമൗണ്ട് ഇൻകർ ചെയ്തത്? 12,000 റുപ്പീസിൻ്റെ എമൗണ്ടാണ് ഇൻകർ ചെയ്തത്. ഈ 12,000 റുപ്പീസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതണം. 1/10ഉം 9/10ഉം 2 പ്രൊപ്പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ ഡിപ്രീസിയേഷൻ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്തിരിക്കുന്നത്. എത്ര വരും ഡിപ്രീസിയേഷൻ? അപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 9/10 ചെയ്യുമ്പം 10,800ഉം 1/10 ചെയ്യുമ്പോൾ 1,200ഉം കിട്ടും. ജസ്റ്റ് അതെന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ അഡീഷണൽ ആയിട്ട് വന്ന ഇൻക്രീസ് വന്ന എമൗണ്ടിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓൾറെഡി ബാക്കി 48,000 ഒക്കെ എന്താണ് ഇവിടെ കിടപ്പുണ്ട്, ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 48,000 നിന്ന് അഡീഷണൽ ആയിട്ട് വന്ന ഇൻക്രീസ് വന്ന 12,000 അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ 48,000ഉം ഈ അഡീഷണൽ ആയിട്ട് വന്ന 12,000ഉം കൂടെ ചേർത്ത് ടോട്ടൽ 60,000 എന്ത് ചെയ്യുക? ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷനായിട്ട് ബിൽഡിങ്ങിൻ്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച് ഔട്ടർ കോളത്തിലോട്ട് കാണിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് പോയിൻ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൂടെ നോക്കാം. 4th one, എ സം ഓഫ് ₹16,000 റെപ്രസെൻറ്റിംഗ് അക്കമഡേഷൻ ₹4,800 and meals ₹11,200 to be charged to the proprietor of the hotel. മുമ്പേ നമ്മൾ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് സ്റ്റാഫല്ല, പകരം ഇവിടെ ഹോട്ടലിൻ്റെ തന്നെ ഓണർ പ്രൊപ്രൈറ്ററിനാണ് ഇവിടെ ഒരു 16,000 രൂപയുടെ ടോട്ടൽ എമൗണ്ട് വരുന്ന രീതിയിലുള്ള അക്കമഡേഷനും മീൽസും കൊടുത്തത്. അതിന് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. 4,800 രൂപ 4,800 റുപ്പീസിൻ്റെ അക്കമഡേഷനും 11,200ൻ്റെ മീൽസുമാണ് പ്രൊപ്രൈറ്റർ യൂസ് ചെയ്തത്. അതായത് ടോട്ടൽ 16,000. ഇവിടെ നമുക്കതിനെ എങ്ങനെ എഴുതാം? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അക്കമഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോൾ എത്ര എമൗണ്ട് ഇൻകം വരണം? അത് 4,800 റുപ്പീസ് ആരുടെ ഇൻകമായിട്ട് കാണിക്കണം? അത് പ്രൊവൈഡ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമായിട്ട് കാണിക്കണം. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ അക്കമഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമാണ് എന്ത്? ഈ 4,800 രൂപ. അതേപോലെ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകമാണ് എന്തെന്ന് പറയുന്നത്? 11,200 രൂപ. അത്രയേ ഉള്ളൂ. നമ്മൾ എത്രയും കൂടി എന്തായിട്ട് കാണിക്കണം? ഇൻകമായിട്ട് കാണിക്കണം. അപ്പോൾ ഇതൊക്കെ അവർ ജനറേറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ജനറേറ്റ് ചെയ്തതാണല്ലോ അക്കമഡേഷൻ അത്രയും ഇൻകം. അത് യൂസ് ചെയ്തത് സ്റ്റാഫ് ആണെങ്കിലും പ്രൊപ്രൈറ്റർ ആണെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അതെന്തായിരിക്കണം? ഇൻകം ആയിരിക്കണം.
പക്ഷേ അതെന്തായിട്ട് കാണിക്കാൻ പറ്റില്ല, ഗസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫിന് കൊടുത്താണെങ്കിൽ സ്റ്റാഫിൻ്റെ വേജായിട്ട് സാലറി ആയിട്ടോ കാണിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഓണർ ആയതുകൊണ്ട് ബൈ പ്രൊപ്പറേറ്ററിന് എൻ്റർ ചെയ്താൽ മതി. ബൈ പ്രൊപ്പറേറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 4,800, 11,200 എന്നും പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള അക്കോമഡേഷൻ്റെ എമൗണ്ട് 4,800 അങ്ങോട്ടും മീൽസിൻ്റേത് 11,200 അവിടേക്കും റെക്കോർഡ് ചെയ്താൽ മാത്രം മതി. ഇനി അത് എവിടെയും കൂടെ വരേണ്ടതാണ്, പ്രൊപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ്, ഡ്രോയിങ്സ് ആണല്ലേ. അതുകൊണ്ട് തന്നെ എൻട്രി ഒക്കെ നമ്മളന്ന് മുമ്പേ പറഞ്ഞില്ലേ, ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഇൻകം ഫ്രം മീൽസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം റെൻറ്റ് എന്നൊക്കെ പറയുന്ന രീതി, ഇൻകം ഫ്രം സെയിൽ ഓഫ് മീൽ അല്ലെങ്കിൽ ഇൻകം ഫ്രം റെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താണ് സ്റ്റാഫിന് കൊടുത്താൽ വേജസ് ആൻഡ് സാലറീസിനെ ഡെബിറ്റ് ചെയ്യും അല്ലേ. അതേപോലെ ഓണറിന് കൊടുത്താൽ എന്തിനാ ഡെബിറ്റ് ചെയ്തേ പറ്റൂ, ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഡബിൾ പോസ്റ്റിംഗ് ആണല്ലോ, അതിൻ്റെ സെക്കൻഡ് പോസ്റ്റിംഗ് നടത്തണമല്ലോ. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് അക്കൗണ്ടിന്. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് എങ്ങോട്ടാണ് വരുന്നത്, ബാലൻസ് ഷീറ്റിലാണ് അല്ലേ. ബാലൻസ് ഷീറ്റിൽ എവിടെ വരുന്നു, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ലെസ് ഡ്രോയിങ്സ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഡ്രോയിങ്സിൻ്റെ ലിസ്റ്റിൽ നമുക്ക് കുറേ ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്, ഇൻകം ടാക്സും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ നമ്മളവിടെ പറഞ്ഞതാണ്. ആ ഇൻകം ടാക്സ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എഴുതുന്ന കൂട്ടത്തിൽ അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അക്കോമഡേഷൻ്റെ ഭാഗമായിട്ട് 4,800 യൂസ് ചെയ്തു, മീൽസ് 11,200 യൂസ് ചെയ്തു എന്നുള്ളതും കൂടി ആ ഡ്രോയിങ്സിൻ്റെ കൂടെ ലിസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചേർത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒരുമിച്ച് ക്വസ്റ്റ്യനോടൊപ്പം തന്നെ എങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മൾ PL അക്കൗണ്ടൊക്കെ ഓരോന്ന് ഐറ്റം വൈസ് പറയുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും മാത്രം എന്ത് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ, ഓരോ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. PL അക്കൗണ്ടിലേക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, പിന്നെ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ്, അതായത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന എക്സ്പെൻസും ഇൻകവും ഒക്കെ നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 1 എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വർക്കിംഗ് നോട്ട് 1 ആണ്. പിന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ 1:9 എന്നുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ ചെയ്ത കാര്യമാണ്. അടുത്തത് ഇൻകം സൈഡിൽ ഇൻകം വൈസ് ആദ്യത്തെ ഐറ്റമായിട്ട് നമുക്ക് ഇൻകം തന്നിട്ടുണ്ടായിരുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മുമ്പേ പറഞ്ഞ ഇൻകം എന്താണ്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് ഡ്രോയിങ്സ് ഇപ്പം പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇനി അത്രയും ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് കാണുക. എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തേക്കുക, ജനറൽ PL അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തേക്കുക അല്ലേ. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ മീൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേതും എങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക, ജനറൽ PL അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബാക്കി എന്തെങ്കിലും ഇൻകം, കോമൺ ആയിട്ടുള്ള ഇൻകം ഏതായിരുന്നു, ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ളതാണ് അല്ലേ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്. പിന്നെ വേജസിൻ്റെ ഒരു 1/4 ഇവിടോട്ട് എടുത്തോളാൻ പറഞ്ഞിരുന്നു, ജനറൽ എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര ഐറ്റംസും കൂടെ ഡെബിറ്റ് ചെയ്താൽ ബാക്കി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് കിട്ടുന്നുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് എവിടേക്കാണ് ആഡ് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്കാണ്. ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് ചെയ്തിട്ട് ഡ്രോയിങ്സ് അതിൽ നിന്ന് ലെസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ആ നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് ഓൾറെഡി പറഞ്ഞ ഓരോ ഐറ്റംസും അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡ്രോയിങ്സും എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ട് ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ എമൗണ്ട് എഴുതുക. ക്രെഡിറ്റേഴ്സ് ബാലൻസ്, സപ്ലൈസ് അക്കൗണ്ടൊക്കെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ബിൽഡിങ്സിൽ നിന്ന് ടോട്ടൽ പ്രൊവിഷനാണ് കുറയ്ക്കേണ്ടത്. ഓൾറെഡി ഇവിടെ 48,000 പറഞ്ഞു. അത് മാത്രമല്ല നമുക്ക് പ്രൊവിഷൻ എത്ര 12,000 കൂടെ കൂട്ടി ടോട്ടൽ 60,000 ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രൊവിഷൻ ടോട്ടൽ 60,000 ലെസ് ചെയ്തു. ബാക്കി ഐറ്റംസ് ഒക്കെ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സ്, കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് ലെഡ്ജർ അക്കൗണ്ട്, വിസിറ്റേഴ്സ് ലെഡ്ജറിൻ്റെ ബാക്കി ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമായിട്ട് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള ഡീറ്റെയിലൂടെ എഴുതി ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യാനായിട്ട്, ടോട്ടൽ ചെയ്യുമ്പോൾ ടാലി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നമുക്ക് തെറ്റിപ്പോകാതെ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു പോയിൻ്റ്. ഇത്രയേ ഉള്ളൂ. ഇല്ലുസ്ട്രേഷൻ 13 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ടൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമിന്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഈ ഒരു പോർഷൻ കൊണ്ട് കഴിയുവാണ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.